ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം കേട്ടോ. ഇന്നിപ്പോൾ ഞാനേ എൻ്റെ അമ്മയുടെയൊക്കെ വീട്ടിൽ പോയി വന്നതാണ്. ഏട്ടൻ്റെ വീട്ടിൽ കൗപ്പറ, അവിടെ ഒരു അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാനക്കൊമ്പൊക്കെ കണ്ടിട്ട് പെറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുജിയ ഉണ്ടാക്കാം. ഇതിൽ നമുക്ക് 2 കപ്പ് ഇതൊക്കെ തരിച്ച് വെച്ചതാട്ടോ. മൈദയും റവയൊക്കെ തരിച്ച് പാത്രത്തിലാക്കി വെച്ചതാണ്. 2 കപ്പ് മൈദ, 2 കപ്പ് തികച്ച് വേണ്ട, നമുക്കൊരു ഒരു 1.5 കപ്പ് മൈദ എടുക്കാം കേട്ടോ. എന്താ അത്രയും ഇത് മതി. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് കുഴയ്ക്കാനേ. കുറച്ച് ഇല്ലേ ഉപ്പ്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനം നാളികേരം, പിന്നെ പഞ്ചസാര ഏലക്ക കൂടിയിട്ട് പൊടിച്ച് വെച്ചതാട്ടോ. പിന്നെ കുറച്ച് റവ മതി, ഇത്രയൊന്നും വേണ്ടട്ടാണ്, കുറച്ച് മതി. പാത്രത്തിലിട്ട് വെച്ചെന്ന് മാത്രം. ഇതിനി റവ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം നമ്മൾ. നാളികേരം നെയ്യിൽ വറുക്കണ്ട, വെറുങ്ങനെ വറുത്തെടുത്താൽ മതി. അത് വറുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം ഇത് കുഴച്ച് വെക്കാം. ഇത് കുറച്ച് നേരം കുഴച്ച് വെക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെക്കണം. നമുക്കിതിനിവിടെ വെച്ചിട്ട് ഈ തേങ്ങയൊക്കെ വറുക്കാൻ പോകാം കേട്ടോ. ഇതിവിടെ ഇരുന്നിട്ട് കുറച്ച് ഒരു 10-15 മിനിറ്റ് ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് റവയും നാളികേരമൊക്കെ ഒന്ന് വറുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് നാളികേരം എണ്ണ വേണ്ട കേട്ടോ അത് വറുക്കാൻ. നാളികേരം വറുത്ത് കോരിയട്ടാ. അത് ചിലത് ഇതിൽ വലുതായിട്ടുണ്ട്, വീണിട്ടുണ്ട്. അതാണ് അത് അങ്ങനെ നോക്കാത്ത പോലെ കിടക്കുന്നത്. ചെറുതൊക്കെ നല്ല ആവും ചെയ്തു, ചെറുതായി ചിരകിയത്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു വെക്കാം. ഇത്രയും റവ കേട്ടോ. റവ നല്ല ചൂടായിട്ട് വറുത്തതിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓഫാക്കാം. ഞങ്ങൾ ചെയ്ത് പാത്രം ഒന്ന് മാറ്റിയിട്ടായിരുന്നു കേട്ടോ, മറ്റതിൽ കരിഞ്ഞു പോയപ്പം. ഇനി ഇത് ഓഫാക്കുകയാണ്. ഇനി ഇത് ചൂടാകട്ടെ കേട്ടോ. നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നമ്മളിഷ്ടം മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. 1 കപ്പൊക്കെ അത് ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. റവ, നാളികേരം ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പഞ്ചസാര പൊടിക്കണേ. ഏലക്കായും കൂട്ടി പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ്, ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്തി കൊടുക്കാം കേട്ടോ അതിൽ. നമുക്ക് കുഞ്ഞു ഉരുളയൊക്കെ കേട്ടോ. ഒരു പൂരിയുടെയൊക്കെ അത്ര നമുക്ക് പരത്താട്ടോ. പരത്തി നോക്കാം. ഞാനിത് ആദ്യം നിങ്ങൾക്ക് കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കൈ കൊണ്ട് ഉണ്ടാക്കുന്നത്
വലിയ പാത്രമാണ്, കയ്യിൽ കുറച്ച് ഇത് കൊള്ളുള്ളൂ. ഇതിൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് വെക്കുക. പുറത്ത് പോകുന്ന സംശയം തോന്നിയാൽ നമുക്ക് എന്താ പറയുക, വെള്ളം കൊണ്ട് നനച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഡിസൈൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ലോക്ക്. കേട്ടോ, ഇത് പൊളിഞ്ഞ് വരികയെന്നാണ് അറിയില്ല. നീ വെള്ളം കൊണ്ട് ഒട്ടിച്ചു കൊടുക്കും. ആദ്യം വേണമെങ്കിൽ ഒട്ടിച്ചോളൂ. ഞാൻ ഒട്ടിച്ചിട്ടില്ല, അറിയില്ല. പൊളിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം, തുറന്ന് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ. ആ പ്ലേറ്റ് നീക്കി വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുമ്പോട്ടെ ഇതിൻ്റെ ഉള്ളൊരു ഫില്ലിങ് കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിലാണ് ഞങ്ങൾ ഉണ്ടാക്കൽ. ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. രുചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് വറുത്ത് കോരാൻ പോവാണ്. പാത്രം ചൂടായി എണ്ണ ഒഴിക്കുക കേട്ടോ. കണ്ടോ, ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് കോരാട്ടോ. നാളികേരം വറുത്ത ചീഞ്ചട്ടി ഇട്ടത് നമ്മൾ കൈ കൊണ്ട് പരത്തില്ല. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കോരിയെടുക്കാം കേട്ടോ. ഇത് നമ്മളാ കൈ കൊണ്ട് പരത്തിയതാണ്, അല്ല കൈ കൊണ്ട് ഉണ്ടാക്കിയത്. വലിയ പൂവട കണ്ടല്ലോ. ഇല്ല അപ്പം കഴിച്ചു നോക്കാം കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റാട്ടോ, പുറത്ത് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ.
ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.